ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാം സീരീസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാറ്റിക് GKയിലെ സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി കുറച്ച് സ്റ്റേറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ 2 സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേ ചെയ്ത വീഡിയോസ് കാണാനായിട്ട് നിങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് പോർഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഹരിയാനയാണ്. ഓക്കെ, ഹരിയാനയുടെ ക്യാപിറ്റൽ എന്താണ്? ചണ്ഡീഗഡ് ആണ് ഹരിയാനയുടെ ക്യാപിറ്റൽ. ചണ്ഡീഗഡ് ആണ്. ദെൻ ഹരിയാന ഫോം ചെയ്തത് 1966 നവംബർ 1 1966 നവംബർ 1 ഹരിയാന എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഹരിയാനയുടെ ടോട്ടൽ ഏരിയ എത്രയാണ്? 44,212 സ്ക്വയർ കിലോമീറ്റർ ആണ് ഹരിയാനയുടെ ടോട്ടൽ ഏരിയ. കമ്പാരിറ്റീവ്ലി കുറച്ചുള്ള സ്ഥലമാണ് അല്ലേ? ഓക്കെ, 22 ജില്ലകളാണ് ഹരിയാനയിൽ ഉള്ളത്. 22 ജില്ലകളാണ് ഹരിയാനയിൽ ഉള്ളത്. ഇനി ഹരിയാനയിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ഏതാണ്? ഫരീദാബാദ് ആണ്. ഓക്കെ, ഹരിയാനയിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ഫരീദാബാദ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 25 lakhs 35 അല്ല, ഞാനത് എപ്പോഴും പറയുമ്പോൾ തെറ്റിപ്പോവും. 2,53,51,462 ആണ് പോപ്പുലേഷൻ വരുന്നത്. ഓക്കെ, സെക്സ് റേഷ്യോ എന്താണ്? 9:6 മെയിൽസ് ടു 1000 ഫീമെയിൽ ആണ് വരുന്നത്. ലിറ്ററസി റേറ്റ് 75.55% ആണ് വരുന്നത്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സൈനിയാണ് ഇപ്പോഴത്തെ ഹരിയാന ചീഫ് മിനിസ്റ്റർ. ഗവർണർ ബന്ദാരു ദത്താത്രേയ. ഓക്കെ, ഹരിയാനയുടെ ഇപ്പോഴത്തെ ഗവർണർ ബന്ദാരു ദത്താത്രേയ ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഫോം ചെയ്തത് നോക്കി, ടോട്ടൽ ഏരിയ, ഡിസ്ട്രിക്ട്, സിറ്റി, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇടയ്ക്ക് ഇതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ആസ് യൂഷ്വൽ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ്? സ്റ്റേറ്റ് അനിമൽ ബ്ലാക്ക് ബക്ക് ആണ്. ബേർഡ് ആണെങ്കിൽ ബ്ലാക്ക് ഫ്രാങ്കലിൻ ആണ്. ഫ്ലവർ ലോട്ടസ് ആണ്. ഫ്രൂട്ട് മാംഗോ ആണ്. ട്രീ എന്താണ്? ബോധി ട്രീ ആണ്. ഫിഷ് ലാബിയോ കൽബാസു. ഓക്കെ, അപ്പൊ ലോട്ടസും മാംഗോയും ഓൾസോ ബോധി ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ലോട്ടസും മാംഗോയും എന്ത് തന്നെയാണ്? മാംഗോ, ലോട്ടസ്, അതുപോലെ ബ്ലാക്ക് ഫ്രാങ്കലിൻ, ബ്ലാക്ക് ബക്ക്, ബോധി ട്രീ, ലബിയോ കൽബാസു. ഓക്കെ, ഇനി റിവേഴ്സ് ആണ്. ഹരിയാനയിലുള്ള മേജർ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. യമുന, ഘഗ്ഗാർ, മാർക്കണ്ഡ, ടാംഗ്രി, സരസ്വതി, ദോഹൻ, കൃഷ്ണാവതി, സഹീബി. ഓക്കെ, അപ്പൊ നോർത്തിലൊക്കെ നമുക്ക് ഒരേ നദി തന്നെ ഒരേ പേരിൽ പല സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ യമുന, ഘാഗർ, മാർക്കണ്ഡ, താംഗ്രി, സരസ്വതി, ദോഹൻ, കൃഷ്ണാവതി, സഹീബി. ഇതാണ് എവിടെയുള്ളത്? ഹരിയാനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് മാത്രമാണ് അവിടെ ഉള്ളത് എന്നല്ല പറയണത്, പക്ഷെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികൾ. ഓക്കെ, ഇനി 2 നാഷണൽ പാർക്കാണ് ഹരിയാനയിലുള്ളത്. സുൽത്താൻപൂർ നാഷണൽ പാർക്കും കലേസർ നാഷണൽ പാർക്കും. ഹരിയാനയിൽ 2 നാഷണൽ പാർക്കേ ഉള്ളൂ. സുൽത്താൻപൂർ നാഷണൽ പാർക്കും കലേസർ നാഷണൽ പാർക്കും. ഇനി ഹരിയാനയുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവത് ദയാൽ ശർമ്മയാണ്. ഓക്കെ, ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1967. 66 ഫോം ചെയ്തത്. 67 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നു. ഹരിയാനയിലെ മേജർ ഫെസ്റ്റിവൽ പറഞ്ഞു കഴിഞ്ഞാൽ തീജ്, ഗുഗ നവമി, ഗീതാ ജയന്തി. ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. തീജ്, ഗുഗ നവമി, ഗീതാ ജയന്തി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഹരിയാനയെ കുറിച്ച് നോക്കാനുള്ളത്. നമ്മൾ നോക്കിയത് ക്യാപിറ്റൽ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി, പിന്നെ സ്റ്റേറ്റ് അനിമൽസ്, അങ്ങനത്തെ സ്റ്റേറ്റ് ഐക്കൺസിനെ കുറിച്ച് നോക്കി, റിവേഴ്സ് നോക്കി, നാഷണൽ പാർക്ക് നോക്കി, പിന്നെന്താണ് ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, മേജർ ഫെസ്റ്റിവൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഹരിയാന ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് ഗുജറാത്ത് ആക്ച്വലി ഫസ്റ്റ് ആണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഹരിയാന വരേണ്ടത്. ഞാൻ മാർക്ക് ചെയ്തപ്പോൾ അതൊന്ന് മാറിപ്പോയതാണ്. ഓക്കെ, ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഗുജറാത്തിന്റെ ക്യാപിറ്റൽ എന്താണ്? ഗാന്ധിനഗർ. ഗാന്ധിനഗറാണ് ഗുജറാത്തിന്റെ ക്യാപിറ്റൽ. ഗുജറാത്ത് ഫോം ചെയ്തത് 1960 മെയ് 1-ാം തീയതിയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടത്. ഗുജറാത്തിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 1,96,024 സ്ക്വയർ കിലോമീറ്റർ. 1,96,024 സ്ക്വയർ കിലോമീറ്റർ ആണ് ഗുജറാത്ത് സംസ്ഥാനം ഉള്ളത്. 33 ജില്ലകളാണ് ഗുജറാത്തിൽ ഉള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഗുജറാത്തിയാണ്. ഓക്കെ, ഇനി അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 6,439,692. 6,439,692 ആണ് ഗുജറാത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, ഇനി അവിടുത്തെ സെക്സ് റേഷ്യോ ആണെങ്കിലോ 919 മെയിൽ ഫോർ 1000 ഫീമെയിൽ ആണ് ഗുജറാത്തിൽ ഉള്ളത്. ലിറ്ററസി റേറ്റ് 78.03% ആണ്. അവിടുത്തെ ലാർജസ്റ്റ് സിറ്റി ഏതാണ്? അഹമ്മദാബാദ് ആണ്. ഗുജറാത്തിലെ ലാർജസ്റ്റ് സിറ്റി അഹമ്മദാബാദ് ആണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭൂപേന്ദ്രഭായ് പട്ടേൽ ആണ് ഗുജറാത്തിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ആചാര്യ ദേവ്രത് ആണ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്രഭായ് പട്ടേൽ ആണ്. ഗവർണർ ആചാര്യ ദേവ്രത് ആണ്. ക്യാപിറ്റൽ ഗാന്ധിനഗർ ആണ്. 60-ലാണ് ഫോം ചെയ്തത്. ഏരിയ ഡിസ്ട്രിക്ട് 33. ഗുജറാത്തി ലാംഗ്വേജ്. ദെൻ അഹമ്മദാബാദ് ലാർജസ്റ്റ് സിറ്റി, ഭൂപേന്ദ്രഭായ് പട്ടേൽ ചീഫ് മിനിസ്റ്റർ, ആചാര്യ ദേവ്രത് ഗവർണർ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ആനിമൽ എന്താ? ഏഷ്യാറ്റിക് ലയൺ ആണ്. ബേർഡ് ഗ്രേറ്റർ ഫ്ലെമിംഗോ. ഫ്ലവർ മാരിഗോൾഡ്. ഫ്രൂട്ട് മാംഗോ. ട്രീ ബാനിയൻ. ഫിഷ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ. അപ്പൊ ആനിമൽ ഏഷ്യാറ്റിക് ലയൺ ആണ്. ബേർഡ് ഗ്രേറ്റർ ഫ്ലെമിംഗോ. ഫ്ലവർ മാരിഗോൾഡ്. ഫ്രൂട്ട് മാംഗോ. ട്രീ ബാനിയൻ. ഫിഷ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ സ്റ്റേറ്റ്സിലും പറയുന്നതാണ്, നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റിവേഴ്സ് മാത്രമല്ല അവിടെ ഉള്ളത്, അതല്ലാണ്ടെയും ഉണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് മാത്രം ഇവിടെ മാർക്ക് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗുജറാത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്? നർമ്മദ, തപ്തി, സബർമതി, സരസ്വതി. ഓക്കെ, നർമ്മദ, തപ്തി, സബർമതി, സരസ്വതി. ഇതാണ് ഗുജറാത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 നദികൾ. ഓക്കെ, ഇനി നാഷണൽ പാർക്ക്. എത്ര നാഷണൽ പാർക്ക് ഉണ്ട്? 1, 2, 3, 4, 5 5 ഉണ്ട്. അതിൽ 4 നാഷണൽ പാർക്കും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഉള്ളത്. ഗിർ നാഷണൽ പാർക്ക്, ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക്, ബാൻസ്ഡ നാഷണൽ പാർക്ക്, മറൈൻ നാഷണൽ പാർക്ക്, ജംബുഘോഡ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഗിർ നാഷണൽ പാർക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ് ഗിർ നാഷണൽ പാർക്ക്. അപ്പം നമ്മൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇത്തവണ ഇതിലേതെങ്കിലും ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പം ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക്, ബാൻഡ നാഷണൽ പാർക്ക്, മറൈൻ നാഷണൽ പാർക്ക്, ജംബുഘോഡ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത്രയുമാണ് ഗുജറാത്തിലുള്ള നാഷണൽ പാർക്കുകൾ. ഓക്കെ, അടുത്തത് ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. ഗുജറാത്തിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ ജീവരാജ് മെഹ്ത ആയിരുന്നു ഗുജറാത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഓക്കെ, ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1962-ലാണ്. 60-ലാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. ജനറൽ ഇലക്ഷൻ നടന്നത് 62-ലാണ്. ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ. ഗുജറാത്തിലെ ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? നവരാത്രി, ഗർബ ആൻഡ് ദീപാവലി. ദീപാവലി, ഇത് രണ്ടെണ്ണമാണ് ഗുജറാത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ ജീവരാജ് മെഹ്തയാണ്. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1962-ലാണ്. ബിഗ്ഗസ്റ്റ് ആൻഡ് മേജർ ഫെസ്റ്റിവൽ നവരാത്രിയും ദീപാവലിയുമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഗാന്ധിനഗർ ഡിസ്ട്രിക്ട് 33. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്രഭായ് പട്ടേൽ, ഗവർണർ ആചാര്യ ദേവ്രത്, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ എന്താണ്? അനിമൽ, ബേർഡ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി. പിന്നെ റിവേഴ്സിനെ കുറിച്ച് നോക്കി. ദെൻ നാഷണൽ പാർക്ക് നോക്കി. ദെൻ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്സ് ആണ് ഇന്ന് നോക്കിയത്, ഹരിയാന ആൻഡ് ഗുജറാത്ത്. മുന്നേ ഉള്ള സ്റ്റേറ്റ്സ് കാണാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ളത് നമ്മൾ പുറകെ വരുന്ന ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്ത് തരിക
ചെയ്യാം. ഓക്കെ, വരുന്ന വീഡിയോസ് എല്ലാം ചെയ്യാം. അപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കമൻസ് കാണാറുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതും 1 by 1 ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.